ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഞാൻ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്താവാൻ പോണേന്ന് നോക്കാൻ പോണേ. ആൻഡ് ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ എന്താവും അതും നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് വാൻഡ്സ്, ഈ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി വീൽ ഓഫ് ഫോർച്യൂൺ. ക്വീൻ ഓഫ് വാൻഡ്സ് ഒരു ഫയർ സൈൻ്റെ എനർജിയാണ്. ഏരീസ് ലിയോ സാജിറ്റേറിയസ്. നിങ്ങൾ മേ ബി ഒരു ഏരീസ് ലിയോ സാജിറ്റേറിയസിൻ്റെ കൂടെ ആയിരിക്കും ഡീലി ഉണ്ടാവുക. ആ സൈൻസ് തന്നെ ആവണം എന്നില്ല, ഏതും സൈൻ ആവാം. പക്ഷേ ഇതൊരു ഡബിൾ കൺഫർമേഷൻ ആണ്, നിങ്ങൾ അങ്ങനത്തെ ഒരു സൈനിൻ്റെ കൂടെയാണ് ഡീൽ ചെയ്യണം വെച്ചാൽ. പക്ഷേ ക്വീൻ ഓഫ് വാൻഡ്സ് ഒരു കുറേ പാഷൻ്റെ എനർജിയാണ്, കുറേ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ എനർജിയാണ്, ഒരു ഗോ ഗെറ്റർ പേഴ്സൻ്റെ എനർജിയാണ്, കോൺഫിഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയും ആവാം. മേ ബി നിങ്ങൾ ഈ സമയത്ത് ഒരു ഫയർ സൈൻ്റെ മാതിരിയാണ് ബിഹേവ് ചെയ്യണത്. അതല്ലാച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവാം. അവരും നിങ്ങളുടെ ഇടയ്ക്ക് കുറേ ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് ആണ് ഞാൻ കാണുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ സൈഡിന് ആ അട്രാക്ഷൻ കൂടുതലാണ്. ഈ പേഴ്സൻ്റെ എനർജി വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ചേഞ്ച് ഓഫ് ടൈമിൻ്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടാളും മുമ്പേ തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഒരു സ്ട്രേഞ്ചർ ആയിട്ടല്ല. ഇത് നിങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണ്, ഓറൽസ് മേ ബി മുമ്പേ എവിടെയെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇതൊരു റിപ്പീറ്റീഷൻ മാതിരിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊരു റെന്യൂവൽ ആയിരിക്കാം, ഓറൽസ് ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിൽ കൺവേർട്ട് ആവണ എനർജിയും ആവാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഹെർമിറ്റ് എനർജി ഞാൻ കാണുന്നുണ്ട്. ഇത് വെർഗോ എനർജിയാണ്. നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ കുറേ സമയമായിട്ട് മേ ബി ഒരു ഡിസ്റ്റൻസിലായിരുന്നു. മേ ബി നിങ്ങൾ കാഷ്വലി ഒരു ഫ്രണ്ടായിട്ടായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിട്ടില്ല. ഈ പേഴ്സൺ ആൻഡ് ഇത് ചില കേസസിൽ ഒരു എക്സ് പാർട്ടിയും ആവാം. നിങ്ങൾ മേ ബി മുമ്പേ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, പിന്നെ ഒരു സെപ്പറേഷൻ ഉണ്ടായി, അങ്ങനെയും ആവാം. പക്ഷേ ഈ സെപ്പറേഷൻ്റെ സമയത്ത് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചായിരുന്നു ആലോചിക്കേണ്ടത്. അവരെ നിങ്ങൾ മിസ് ചെയ്തു. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രേ ചെയ്യണ്ടായിരുന്നു. ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവണം എന്ന് പ്രേ ചെയ്യണ്ടായിരുന്നു. ഞാൻ കാണുന്നത് ഇവിടെ ഫൈനലി ഒരു ബാലൻസ് വരുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഈ റിലേഷൻഷിപ്പിൽ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് സെപ്പറേഷൻ ഉണ്ട്, പക്ഷെ ഒരാൾ ഇവിടെ ഒരു മെസ്സേജ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു കോൺടാക്ട് ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു ഹീലിംഗ് എനർജി ഉണ്ട്, ബാലൻസിൻ്റെ എനർജി ഉണ്ട്. ആദ്യം ഇവിടെയും ഒരു ജസ്റ്റിസ് എനർജി, ലീബ്ര എനർജി, ഇതും ബാലൻസിൻ്റെ എനർജിയാണ്, റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു റീകൺസിലിയേഷൻ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ട്, കുറേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഈ പേഴ്സൻ്റെ എനർജി കാപ്രിക്കോൺ എനർജിയാണ്, 10 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങളുടെ എനർജി പേര് ഫോൺസ് ആണ്, ഇവരുടെ എനർജി 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾ കുറേ ഇതിനെ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. കാഷ്വൽ അല്ലാച്ചാലും നിങ്ങൾ ഇതിൽ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈമാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകേണ്ടത്. നിങ്ങൾ അങ്ങനെ ഒരു ധൃതിയൊന്നുമില്ല. പക്ഷേ ഈ പേഴ്സൺ ഓൾറെഡി നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് നിങ്ങളുടെ കൂടെ സെറ്റിൽ ഡൗൺ ആവണം എന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഈ ക്വീൻ ഓഫ് വാൻഡ്സ് ആരാണ് ഇവിടെ? 2 ഓഫ് സോർഡ്സ്. അപ്പോൾ അഗൈൻ ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്രോസ് റോഡ്സിലായിരുന്നു നിങ്ങൾ. ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യോ ഇല്ലേ, ഈ പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യണോ ഇല്ലേ, അങ്ങനത്തെ ഒരു ക്രോസ് റോഡ്സ് ഞാനിവിടെ കാണുന്നുണ്ട്. ഒരു കൺഫ്യൂഷൻ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഈ പേഴ്സൻ്റെ എനർജിയിൽ വീൽ എന്താണ്? ഈ പേഴ്സൺ നിങ്ങളുടെ ഡയറക്ഷനിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇതൊരു സെപ്പറേഷൻ്റെ മാതിരിയാണ് ഞാൻ കാണുന്നത്. ഓർ എൽസ് ഫിസിക്കൽ സെപ്പറേഷൻ ഇല്ല, ഇമോഷണൽ സെപ്പറേഷൻ. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ ആ നിങ്ങളുടെ ഡയറക്ഷനിൽ വരേണ്ട കുറേ ക്വിക്ക്ലി വരാൻ പോകുന്നുണ്ട്. ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്.
അപ്പോൾ ഇവിടെ സെപ്പറേഷൻ ഉണ്ടായത് ഒരു കാരണമുണ്ടായിരുന്നു അതിന്. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ നോക്കുമ്പോഴും കുറച്ചൊരു ബ്ലോക്കേജസ് ഉണ്ട്. മേ ബി നിങ്ങൾ ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ, ഓറൽസ് കോൾസിലെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ പ്രേ ആണ് ചെയ്യണം നിങ്ങൾ അവരെ ഫർഗിവ് ചെയ്യുമെന്ന്. എന്തെങ്കിലും ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇവരെ ബ്ലോക്ക് ചെയ്തു വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഒരു റീകൺസിലിയേഷൻ വേണം, ഒരു ഫർഗിവ്നെസ് വേണം. അപ്പോൾ ടെമ്പറൻസ് നിങ്ങൾ ഫൈനലി ഹീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഹീലിംഗ് എനർജി ഉണ്ട്, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്, ഒരു അപ്പോളജി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു അപ്പോളജി വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്. ഈ പേഴ്സൺ റീകൺസൈൽ ചെയ്യാൻ വരുന്നു. പേജ് ഓഫ് ഫോൺസ് ഇവിടെ എന്താണ്, ഇവിടെ കുറെ മെസ്സേജസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. കുറെ റൊമാൻറ്റിക് മെസ്സേജ്, കുറെ യുനോ ഡേറ്റ്സിൽ പോവുക, അങ്ങനത്തെ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഈ പേഴ്സൺ നിങ്ങളെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി വേണം, കല്യാണം കഴിക്കണം, അങ്ങനത്തെ ഒരു എനർജിയിലാണ്. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് കുറെ സീരിയസ് ആണ്. അപ്പോൾ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? 9 of Swords ആണ് ഫ്യൂച്ചർ ആക്ഷൻ. ഈ പേഴ്സൺ കുറെ സ്ട്രെസ്ഡ് ആണ് നിങ്ങളെ കുറിച്ച്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഇവിടെ കുറെ ലവ് ഉണ്ട് അവർക്ക് അവരുടെ സൈഡിൽ നിന്ന്. പക്ഷെ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും യുനോ മിസ് ഔട്ട് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് അവർക്ക് അറിയില്ല നിങ്ങൾ അവരെ ഫർഗിവ് ചെയ്യോ, ഈ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയി എടുക്കോ. അപ്പോൾ കുറെ അങ്ങനത്തെ ആങ്സൈറ്റി, സ്ട്രെസ് ഉണ്ട് ഈ പേഴ്സണിന് അവരുടെ മനസ്സിൽ. മൂൺ ഇവിടെ ഉണ്ട്, ഔട്ട്കം. അപ്പോൾ 3 ഇമോഷൻസിൻ്റെ എനർജിയാണ്. പക്ഷെ ഇവിടെ ഒരു ഒബ്സെഷനും ഉണ്ട്. ആരോ ഇവിടെ കുറെ ഒബ്സെസ്ഡ് ആണ്. ആൻഡ് കാപ്രിക്കോൺ എനർജിയാണ് ഡെവിൽ. അപ്പോൾ ഈ പേഴ്സൺ മേ ബി നിങ്ങളെ കുറിച്ച് കുറെ ഒബ്സെസ്ഡ് ആയിരിക്കാം. ഓറൽസ് അവർ കുറെ സ്ട്രെസ് എടുക്കേണ്ട, അൺനെസസറി സ്ട്രെസ്, അതുകൊണ്ടും ആയിരിക്കാം നിങ്ങൾ ഈ പേഴ്സണിൻ്റെ കൂടെ അത്ര യുനോ ക്ലോസ് ആവാത്തത്. ഓറൽസ് മേ ബി അതുകൊണ്ടുമായിരിക്കാം ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ എനർജി ഒരു ഡിസ്കണക്റ്റഡ് എനർജിയാണ്. പക്ഷെ ഈ പേഴ്സൻ്റെ എനർജി കുറച്ചൊരു ഒബ്സെസ്ഡ് എനർജിയാണ്. കുറെ പാഷൻ ഉണ്ട്. മേ ബി ഈ പേഴ്സൻ്റെ വേറെ അഫെയറും ഉണ്ടായിരുന്നു, അതുകൊണ്ടുമായിരിക്കാം നിങ്ങൾ സെപ്പറേറ്റ് ആയേ. റീസൺസ് എന്തെങ്കിലും ആവാം. പക്ഷെ ഇവിടെ ഞാൻ ഔട്ട്കം കാണുന്നത് ഇപ്പോഴും ഈ പേഴ്സൻ്റെ എനർജിയിൽ ഒരു ഒബ്സെഷൻ ഉണ്ട്, ഒരു അൺഹെൽത്തി ഒബ്സെഷൻ ആണ് അത്. മേ ബി കുറെ പൊസസീവ് നേച്ചറുടെ ആയിരിക്കാം ഈ പേഴ്സൺ. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ അതാണ് മെസ്സേജ് യൂണിവേഴ്സ് തരണത്. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. ഫിനാൻസസ് ആൻഡ് കരിയർ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. അപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസും ഉണ്ടാവാം ഈ റിലേഷൻഷിപ്പിൽ. പക്ഷെ എന്തായാലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പ്രൈവറ്റ് റീഡിങ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമാണ് കൺസിഡർ ചെയ്യാൻ പോണേ. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് ചില മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ആൻഡ് വേഗം ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ അത്ര സെഷൻസ് ഇപ്പോൾ ഇല്ല, 2 സെഷൻസേ ഉള്ളൂ ബാക്കി. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.